نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് മുത്തഖികളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഫضൽ എന്നോണം, റഹ്മത്ത് എന്നോണം പരിശുദ്ധ റമളാൻ വരികയും അത് നമ്മൾ വിട പറയുകയും ചെയ്തു. അതിനുശേഷം ഈദുൽ ഫിത്ർ വന്നു, സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസം. അതും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു. ഇത് ദുനിയാവിൻ്റെ ഒരവസ്ഥയാണ്. എല്ലാം ദുനിയാവിൽ നമ്മളോട് വിട പറയും, ഒന്നും ബാക്കിയാകുന്നില്ല. റമളാൻ വന്നു, അത് പോയി. അതേപോലെ ഈദുൽ ഫിത്ർ വന്നു, അതും പോയി. അതേപോലെ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും, അതേപോലെ സങ്കടമുള്ള നേരങ്ങളും ആരോഗ്യവും എല്ലാം ഒരു ദിവസം നമ്മളിൽ നിന്ന് വിട പറയും. ഒന്നും ബാക്കിയാകുന്നില്ല. അത് ദുനിയാവിൻ്റെ ഒരു സവിശേഷതയാണ്. അള്ളാഹു അങ്ങനെയാണ് ദുനിയാവിനെ സജ്ജീകരിച്ചിട്ടുള്ളത്. ദുനിയാവിലൊന്നും ശാശ്വതമാകുന്നില്ല. എല്ലാം അതിൻ്റെ സമയമാകുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകും. ഒരു ദിവസം നമ്മളും ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകുന്നതാണ്. ഒരു കവി പാടിയതുപോലെ, കുല്ലുബിന് ഉൻസ, ഭൂമി ലോകത്ത് ജീവിക്കുന്ന പെണ്ണിന്റെ മകനായി ജനിച്ച എല്ലാവരും അവരെല്ലാം ഒരു ദിവസം മയ്യത്ത് കട്ടിലേറി അവൻ പള്ളിക്കാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം നശിക്കും, നമ്മളും നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ, അള്ളാഹു പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമി ലോകത്തുള്ളത് സകലതും നശിക്കുന്നതാണ്, ഒന്നും ബാക്കിയാകുന്നില്ല. അഥവാ ഭൂമി ലോകത്ത് എന്തെങ്കിലും ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹി തങ്ങളാകുമായിരുന്നു. അതും നമ്മോട് വിട പറഞ്ഞു. ഇന്നൊന്നും നമ്മുടെ കൈകളിലില്ല. ബാക്കിയാകുന്നത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്. അല്ലാഹു പറയുന്നത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ,
നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ദുനിയാവിൽ അധികാരങ്ങളും ദുനിയാവിൽ അള്ളാഹു നൽകിയ സുഖ സൗകര്യങ്ങളും അതെല്ലാം ദുനിയാവിന്റെ നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന ആർഭാടങ്ങളാണ്. നിങ്ങളെ കണ്ണിന് കുളിർമ നൽകുന്ന ആഡംബരങ്ങളാണ്. നിങ്ങളുടെ കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്ന ചില രസങ്ങളും സുഖങ്ങളും മാത്രമാണ്. അതെല്ലാം നശിച്ചു പോകും. എല്ലാം ഒരു ദിവസം ഇല്ലാതാകും. ഒന്നെങ്കിൽ നമ്മൾ ഇല്ലാതാകും, അതല്ലെങ്കിൽ ഭൂമി ലോകം ഇല്ലാതാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത് വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക് സവാബൻ വഖൈറുൻ അമല. അല്ലാഹു പറഞ്ഞത് നിങ്ങൾക്ക് ബാക്കിയാകുന്നത് ഈ റമദാനിലും അതല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾ ചെയ്ത നന്മകൾ മാത്രം, നിങ്ങൾ ചെയ്ത തിന്മകൾ മാത്രം, അത് മാത്രമായിരിക്കും ബാക്കിയാകുന്നത്. നിങ്ങൾ എന്താണോ നന്മകൾ ചെയ്തത് അത് നിനക്ക് നന്മയായിട്ട് കാണാം. നിങ്ങൾ എന്തൊക്കെ തിന്മകളാണോ ചെയ്തത് അത് തിന്മയായിട്ടും കാണാം. അതല്ലാത്ത ഭൂമി ലോകത്തൊന്നും ബാക്കിയാകുന്നില്ല. വൽ ആഖിറതു ഖൈറു വഅബ്ഖ. കാലാകാലം നശിക്കാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത, ഒരിക്കലും നാശം സംഭവിക്കാത്ത പരലോകമാണ് എന്നെന്നും ബാക്കിയാകുന്നതും എന്നെന്നും അവശേഷിക്കുന്നതും. അവിടേക്ക് വേണ്ടി നിങ്ങൾ എന്ത് അമല് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടോ, അത് മാത്രമായിരിക്കും ബാക്കിയാകുന്നത്. ബാക്കിയെല്ലാം ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോകേണ്ടതാണ് എന്നൊരു യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ഈ റമദാനിൽ നമ്മൾ എന്തൊക്കെ അമലുകളാണോ ചെയ്തത്, എന്തൊക്കെ നന്മകളാണോ ചെയ്തത്, അത് ബാക്കിയായി. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഈ കഴിഞ്ഞ റമദാനിലും അതിന് തുടർന്നുള്ള ദിവസങ്ങളിലും ആരെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ فمن يعمل مثقال ذرة خيرا يره, അണുമണിത്തൂക്കം ചെറിയ രൂപത്തിലെങ്കിലും ഒരു നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഖൈർ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും فمن يعمل مثقال ذرة خيرا يره, അവൻ തീർച്ചയായും നാളെ പരലോകത്ത് അതിനെ കാണും. ബാക്കിയായ അമലായി ഒരിക്കലും നശിച്ചു പോകാത്ത കാലാകാലം ജീവിക്കേണ്ട പരലോകത്തേക്ക്, ആഖിറത്തേക്ക് ഒരു മുതൽ മുടക്കായി അവൻ ചെയ്ത നന്മകളെ അവനക്ക് കാണാവുന്നതാണ്. എന്നതല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത തിന്മയാണെങ്കിൽ, തോന്നിവാസമാണെങ്കിൽ, അതെത്ര ചെറുതാണെങ്കിലും അതും തീർച്ചയായും നാളെ പരലോകത്ത് അവൻ തീർച്ചയായും അതിനെ കണ്ടുമുട്ടുന്നതാണ്. അതായിരിക്കും അവന്റെ അടുക്കൽ ബാക്കിയായിരിക്കുന്നത്. അതല്ലേ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും കഴിഞ്ഞു പോകുന്നതാണ്. ഒരു ദിവസം നമ്മളും ഈ ലോകത്തോട് വിട പറയും. ബാക്കിയാകുന്നത് നമ്മൾ ചെയ്ത അമലുകൾ മാത്രം, നമ്മൾ ചെയ്ത നന്മകൾ മാത്രം. നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ ശിക്ഷയുമായി നമ്മളെ കാത്തിരിക്കുന്നത് തീരാത്ത, അവശേഷിക്കാത്ത, നശിച്ചു പോകാത്ത പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്ന നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ജീവിതത്തിൽ റബ്ബിനെ പേടിക്കണം. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ നന്നാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ദുനിയാവിൽ ജീവിക്കണം. വൽതൻദുർ നഫ്സുൻ, ഓരോ ആത്മാവും, ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യരും, ഓരോരുത്തരും അവർ ചിന്തിച്ചു കൊള്ളട്ടെ, നോക്കിക്കൊള്ളട്ടെ. മാ ഖദ്ദമത് ലിഗദ്, നശിച്ചു പോകുന്ന ദുനിയാവിലല്ല, കാലാകാലം അവശേഷിക്കുന്ന സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന ഹിസാബും മഹ്ശറും ഹൗദും സിറാത്തും ഒക്കെ നടക്കുന്ന പരലോകത്തേക്ക് വേണ്ടി, ആഖിറത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചവൻ. ഈ പരിശുദ്ധ റമദാനിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു നാളേക്ക് വേണ്ടി, അതായിരിക്കും ബാക്കിയാകുന്നത്. റമദാൻ വിട പറഞ്ഞു, പെരുന്നാളും തീർന്നു, ദിവസങ്ങൾ ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബർസഖിലേക്കും ഖിയാമത്ത് നാളിലേക്കും അടുത്തുകൊണ്ടിരിക്കുമ്പോ നാളെ പരലോകത്തേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്നാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ ചിന്തിക്കേണ്ടത് എന്നൊരു താക്കീതാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് ദുനിയാവിന്റെ പളപളപ്പ് കണ്ട്,
അന്നേക്കുള്ള ദുനിയാവിന്റെ രസങ്ങളിലും സുഖങ്ങളിലും ആർമാടമായി ജീവിച്ച് ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നവനല്ല. മറിച്ച് വരാനിരിക്കുന്ന പരലോകം, എന്നെന്നും ബാക്കിയാകുന്ന, നശിച്ചു പോകാത്ത, തീർന്നു പോകാത്ത, കാലാകാലം ബാക്കിയാകുന്ന പരലോകത്തേക്ക് വേണ്ടി ശരീരത്തെ ഒരുക്കുകയും അതിനുവേണ്ടി അഅമാലുകളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുന്നവൻ, അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മൾ എന്ത് നന്മകൾ ചെയ്താലും പ്രിയമുള്ളവരെ, നാളെ പരലോകം നമുക്കത് കാണാൻ സാധിക്കും. അതെത്ര ചെറിയ തിന്മയാണെങ്കിലും, എത്ര ചെറിയ നന്മയാണെങ്കിലും അത് അള്ളാഹു കൊണ്ടുവന്നിരിക്കും. നമ്മൾ ചെയ്ത നന്മകൾ ആരും കാണാതെ രഹസ്യമായി നമ്മൾ ചെയ്ത നന്മകൾ അതും അള്ളാഹു കൊണ്ടുവരും. നിങ്ങൾ ചെയ്ത തിന്മകൾ ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല എന്ന ബോധ്യത്തോടുകൂടി സ്വന്തം ശരീരങ്ങളെ ചതിച്ചിട്ടുള്ളവർ ഓരോരുത്തരും അവര് ചെയ്ത തിന്മകളും നാളെ അല്ലാഹു സുബ്ഹാനഹു തആല മഹ്ശറിൽ കൊണ്ടുവരും, നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവർ. നിങ്ങൾ ചെയ്ത ഓരോ അമലുകളും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നും പാഴായി പോകുന്നില്ല. നിങ്ങളുടെ ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അവസാന കിതാബ് കയ്യിൽ തരും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിങ്ങൾ ചെയ്ത നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ കിതാബ് ഇതാ, ഇത് വായിച്ചു നോക്ക്. ഇന്നത്തെ ദിവസം നിന്നെ ഹിസാബ് ചെയ്യാൻ, നിന്നെ വിചാരണ ചെയ്യാൻ, നിന്നെ ചോദ്യം ചെയ്യാൻ ഈ കിതാബ് മാത്രം മതിയാകുന്നതാണ്. ഈ കിതാബ് മാത്രം മതിയാകുന്നതാണ്. ഇതാ വായിച്ചു നോക്ക്. നീ ചെയ്ത നന്മകളുണ്ട്, നീ ചെയ്ത തിന്മകളുമുണ്ട്. അത് കയ്യിൽ കൊടുക്കും. അല്ലാഹു പറയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കയ്യിലാണ് കിതാബ് കിട്ടിയതെങ്കിൽ, റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയവർ, റമളാനിന്റെ ദിനരാത്രങ്ങളെ റബ്ബിനെ കണ്ടുമുട്ടാനുണ്ട് എന്ന ചിന്തയോടുകൂടി പരിശുദ്ധമായ റമളാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയവർ, ജീവിതത്തിന് ചിട്ടപ്പെടുത്തിയവർ, ജീവിതത്തിൽ തഖ്വ നേടിയെടുത്തവർ, ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർ, അതിനുവേണ്ടി സമയം കണ്ടെത്തിയവർ, സമ്പത്തിന്റെ ഒരു ഓഹരി പാവപ്പെട്ടവന്റെ അവകാശമാണെന്ന് കണ്ടറിഞ്ഞ് തിരിച്ചറിയുകയും അതവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവൻ, അവൻ ആ കിതാബ് വലത് കയ്യിൽ ഇങ്ങ് വാങ്ങും. എന്നിട്ട് പറയും, ഹാ ഉഖ്റഊ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഇതാ വായിച്ചു നോക്കെന്റെ കിതാബ്. കൂട്ടുകാർക്ക് മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ, കുടുംബക്കാർക്ക് മുന്നിൽ അവൻ ആ കിതാബും പിടിച്ചിട്ട് ഇങ്ങനെ ഓടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സന്തോഷം കാരണം ആ കുട്ടി പറയും, ആ മനുഷ്യൻ പറയും, ഇതാ എന്റെ കിതാബ് വായിച്ചു നോക്ക്. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു റബ്ബിനെ കണ്ടുമുട്ടേണ്ട ഒരു ദിവസം വരും. ഒരു ദിവസം ഞാനും ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയും. അന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരുപാട് രാത്രികൾ ഞാൻ ഉറക്കൊഴിച്ചു, ഒരുപാട് റക്അത്തുകൾ ദീർഘനേരം നിന്ന് നമസ്കരിച്ചു. സമയമില്ലാ സമയത്തുകൂടി സമയം കണ്ടെത്തി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഞാൻ എന്റെ സമയം കണ്ടെത്തി. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചു, സദഖകൾ വർദ്ധിപ്പിച്ചു. സമ്പത്ത് എനിക്ക് ആവശ്യമുണ്ട്, എന്റെ കുടുംബക്കാർക്ക് ആവശ്യമുണ്ട് എന്നിരിക്കെ തന്നെ പാവപ്പെട്ടവൻ എന്റെ സമ്പത്തിൽ നിന്നും ഒരു ഓഹരി ഞാൻ ഇതാ കൊടുത്തു. കാരണം എനിക്ക് ബോധ്യമുണ്ടായിരുന്നു റബ്ബിനെ കണ്ടുമുട്ടണം, ഹിസാബുണ്ട്, മഹ്ശറുണ്ട് എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. ഇന്നിതാ അന്നത്തെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഖുതൂഫുഹാ ദാനിയ കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അല്ലാഹു പറയും, ഇന്നിതാ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ദീർഘനേരം നമസ്കരിച്ചില്ലേ, ഇന്ന് ആസ്വദിച്ചോ. ഇന്ന് നമസ്കാരങ്ങളില്ല, നോമ്പുകളില്ല, പട്ടിണിയില്ല, അതുപോലെ തന്നെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമില്ല. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിങ്ങൾ ക്ഷമിച്ചതിന്റെയും സഹിച്ചതിന്റെയും ഒരുപാട് അമലുകൾ ചെയ്ത് ത്യാഗം സഹിച്ചതിന്റെയും പ്രതിഫലം ഇന്നിതാ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഇന്ന് സങ്കടങ്ങളോ ബേജാറോ ഇല്ല. ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ തഹ്സനൂൻ. ഇന്നത്തെ ദിവസം സങ്കടങ്ങളില്ല, ഇന്നത്തെ ദിവസം വേദനകളില്ല, പ്രയാസങ്ങളില്ല. എന്നും സന്തോഷവും ആഹ്ലാദവും സന്തോഷവും മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുന്നതാ ഒരു വിഭാഗം. റമദാനിനെ ഉപയോഗപ്പെടുത്തിയവർ. രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നുണ്ട്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലു. അല്ലാഹു പറയുന്നതാണ്, ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്ന ചില ആൾക്കാരുണ്ട്. റമളാൻ കിട്ടി,
ഒരുപാട് ദിവസങ്ങൾ കിട്ടി, ഒന്നും വേണ്ടാന്ന് വെച്ചു, ഉപയോഗപ്പെടുത്തിയില്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഖിയാമുൽ ലൈലുകളില്ല, തിലാവത്തുൽ ഖുർആനില്ല, സദഖകളില്ല, നാളെ 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 എന്ന് പറഞ്ഞ് തൗബയും ചെയ്യാതെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതെ റമളാനും വിട പറഞ്ഞു, ഈദുൽ ഫിത്റും ആഘോഷിച്ചു, റബ്ബിന്റെ പരിധികൾ ലംഘിച്ചു, തോന്നിവാസിയായി ജീവിച്ചവൻ അവന്റെ കയ്യിലും അള്ളാഹു കിതാബ് കൊടുക്കും. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടത് കയ്യിലായിരിക്കും അവന്റെ കിതാബ് കിട്ടുക. അവൻ ആ കിതാബ് വാങ്ങും, എന്നിട്ട് പറയും യാ ലൈതനി ലം ഊത കിതാബിയ, ഇത് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഈ കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായെന്ന് അവൻ ആശിച്ചു പോകും, ആഗ്രഹിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, മലക്കോട് പറയും ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, അവനെ പിടിച്ച് കെട്ടി വലിച്ച് നരകത്തിലേക്ക് കൊണ്ടിടാൻ അള്ളാഹു കൽപ്പിക്കുന്നതാ. ഇതാണ് പ്രിയമുള്ളവരെ, നന്മകൾ ഉപയോഗപ്പെടുത്തി പരലോകത്തേക്ക് വേണ്ടി ബാക്കിയാക്കിയവർ. ദുനിയാവിന്റെ രസങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം മരണത്തോടുകൂടി അവസാനിക്കും. ബാക്കിയാകുന്നത് നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള നന്മകൾ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരു ആട്ടിനെ അറുത്തു. ആ ആട്ടിനെ വിഭജിച്ചു, പാവപ്പെട്ടവർക്ക് ഓഹരി വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, യാ ആയിഷ മാ ബഖിയ ലന, എന്താണ് ബാക്കിയായത്? ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ആടിന്റെ മുഴുവൻ ഭാഗം നമ്മൾ സദഖ ചെയ്തു, ഒരൽപ്പം തുടയുടെ ഭാഗം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് ബാക്കിയാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ആയിഷക്ക് തിരുത്തി കൊടുത്തു, യാ ആയിഷ, നമ്മൾ കൊടുത്തത് നമുക്ക് ബാക്കിയായി, ഇവിടെ വെച്ചത് നമുക്ക് നഷ്ടമായി എന്ന് വേണം പറയാൻ. കാരണം എന്താണോ റബ്ബിന് വേണ്ടി കൊടുത്തത് അത് ബാക്കിയാകും തീർച്ചയാണ്. നിങ്ങളുടെ റബ്ബിന് വേണ്ടി കൊടുത്തത്, റബ്ബിന് വേണ്ടി ചെലവഴിച്ചത്, അതെല്ലാം നിങ്ങൾക്ക് ബാക്കിയാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചതും നിങ്ങൾ ധരിച്ചതും നിങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ ഉപയോഗിച്ചതും അത് നശിച്ചു പോകുന്നതാണ്, അതില്ലാതാകുന്നതാണ്. റബ്ബിന് വേണ്ടി കൊടുത്തതും നാളെ ബാക്കിയാകുന്നതാണ്. അതേപോലെ നിങ്ങളുടെ നമസ്കാരങ്ങളും തിലാവത്തുൽ ഖുർആനും അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ബാക്കിയാകും, ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ വിട പറഞ്ഞു എന്നതുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് ഒരു മടക്കം ഒരിക്കലും പാടുള്ളതല്ല. മറിച്ച് ആ റമളാനിൽ നേടിയെടുത്ത ആത്മീയ ചൈതന്യം അത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം വരാനിരിക്കുന്ന ദിവസങ്ങളും മാസങ്ങളും നമ്മൾ ജീവിക്കേണ്ടത്. എങ്ങനെയാണോ റമളാനിൽ നാവിനെ സൂക്ഷിച്ചത് അതേപോലെ, എങ്ങനെയാണോ റമളാനിൽ നമ്മൾ നമസ്കാരങ്ങൾ സൂക്ഷ്മമായി നിലനിർത്തിയത് അതേപോലെ, എങ്ങനെയാണോ റമളാനിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചത് അതേപോലെ, എങ്ങനെയാണോ റമളാനിൽ സദഖകൾ വർദ്ധിപ്പിച്ചത് അതേപോലെ, പ്രിയമുള്ളവർ, ഒരു നന്മയും നമ്മൾ നിർത്താൻ പാടില്ല, അത് തുറത്തി കൊണ്ടുപോകണം. കാരണം അത് മാത്രമായിരിക്കും നാളെ പരലോകത്ത് ബാക്കിയാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫ, സ്വർഗ്ഗത്തിൽ ഒരു റൂമുണ്ട്, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹ, ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളു കാണുന്നതാണ്, ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തും കാണുന്നതാണ്. അത്ര പവിഴങ്ങൾ കൊണ്ടുള്ള സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊട്ടാരമുണ്ട് സ്വർഗ്ഗത്തിൽ. ഫഖാല അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കൊട്ടാരം ആർക്കുള്ളതാണ്, ആ വീട് ആർക്കുള്ളതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 നന്മകൾ എടുത്തു പറഞ്ഞു. ഈ 3 നന്മകൾ ആരൊക്കെ നിലനിർത്തിയോ അവർക്കുള്ളതാണ് ഈ കൊട്ടാരം, അവർക്കുള്ളതാണ് ഈ സ്വർഗ്ഗത്തിലെ ഭവനമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ. ഒന്നാമതായി പറഞ്ഞത്, ഖാല ലിമൻ അതാബൽ കലാം, സംസാരത്തെ നന്നാക്കിയവർ, നാവിനെ സൂക്ഷിച്ചവർ, വഅത്അമ അത്അം, പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവർ, വബാത ഖായിമൻ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നേരം എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നിർവഹിച്ചവർ, രാത്രികൾ നിസ്കരിച്ചവർ, ഈ 3 കൂട്ടർക്കുള്ളതാണ് ആ കൊട്ടാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 അമലിന്റെയും പ്രത്യേകത, പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൽ നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്ത അമലുകൾ, നമ്മുടെ നാവിൽ നമ്മൾ സൂക്ഷിച്ചു, വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല, നല്ലത് മാത്രം പറയുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം ചെയ്യുകയും ചെയ്തു. നാവിനെ പരമാവധി നമ്മൾ സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അമല്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്ഇമു ത്വആം, ഭക്ഷിപ്പിക്കുന്നവർ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, പരിശുദ്ധ റമളാനിൽ നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി ചെയ്ത അമൽ. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി നേരം നിന്ന് നമസ്കരിക്കുന്നവർ, ഇതും പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത അമലുകളാണ്. ഈ 3 അമലുകളും ആരാണോ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോകുന്നത്, റമളാനിൽ മാത്രം ബാക്കിയാക്കാതെ
ജീവിതത്തിന്റെ മറ്റു 11 മാസത്തിലും ആരെങ്കിലും തുടർച്ചയായി കൊണ്ടുപോകുന്നുവെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സംസാരങ്ങൾ നന്നാക്കണം, നാവിനെ നന്നാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമ, ഒരടിമ ഒരു കാര്യം സംസാരിക്കും, ലാ യഅലമു മാ ഫീഹ, ആ കാര്യം വലിയ ഗൗരവമായിട്ടൊന്നും കണ്ടിട്ടുണ്ടാകൂല, തമാശ എന്നോണം ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നാൽ ലയഹ്വി ബിഹാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, ആ ചെറിയൊരു വാക്ക് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ആ മനുഷ്യനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം. റമദാനിൽ സൂക്ഷിച്ചതുപോലെ നാവിനെ എത്ര കണ്ട് സൂക്ഷിക്കുന്നുവോ അത്രയും സ്വർഗത്തിൽ നിങ്ങളുടെ ദറജകൾ കൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു സഹാബാക്കളോട്, അതദ്രി മനിൽ മുഫ്സിൽ ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് പറയുന്നവർ, പാപ്പർ എന്ന് പറയുന്നവർ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു സഹാബാക്കളോട്. സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൻ ലൈസ ലഹു ദീനാറുൻ വലാ ദിർഹം, കച്ചവടം പൊളിഞ്ഞു, കടം കയറി, ദീനാറോ ദിർഹമോ ഇല്ലാത്ത, പൈസ ഇല്ലാത്തവരാണ് പാപ്പരെന്ന് സഹാബാക്കൾ മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കൾക്ക് തിരുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ പാപ്പർ എന്ന് പറയുന്നവർ, മുഫ്ലിസ് എന്ന് പറയുന്നവർ, അവരൊരു വിഭാഗമാണ്. നാളെ പരലോകത്തേക്ക് വരുമ്പോ ഒരുപാട് നന്മകളുമായിട്ടായിരിക്കും അവർ വരിക. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ അമലും അവരുടെ കൈകളിൽ ഉണ്ടാകും. ഒരുപാട് തിലാവത്തുൽ ഖുർആനും ഖിയാമുൽ ലൈലുകളും നോമ്പും സകാത്തും ഹജ്ജും ഉംറയും, അങ്ങനെ ഒരുപാട് നന്മകൾ അവരുടെ ഭാണ്ഡക്കെട്ടിലുണ്ടാകും. സ്വർഗം കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അവർ റബ്ബിന്റെ കോടതിയിലേക്ക് വരും. അവർ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് പോകും. ഖന്തറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവർ നിർത്തപ്പെടും, അവിടെ പിടിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം സ്വപ്നം കണ്ടു വന്ന മനുഷ്യന്റെ മുന്നിൽ ദുനിയാവിൽ അവൻ കണ്ടുമുട്ടിയ പല മുഖങ്ങളും വരും, പല രൂപങ്ങളും വരും. എന്നിട്ട് അവനോട്, അള്ളാഹിനോട് പറയും, അല്ലാഹുവേ ഇന്നഹു ശതമനി ഹാദാ വളറബനി ഹാദാ, അല്ലാഹുവേ ഇവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ആക്രമിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ അപരാധം പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്റെ രഹസ്യ ജീവിതം ചുവന്നന്വേഷിച്ച് ജനങ്ങൾക്കിടയിൽ അവൻ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ നാണം കെടുത്തിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരും അവന്റെ മുന്നിൽ വന്ന് അള്ളാഹുവിനോട് പറയും. അള്ളാഹു പറയും, ഇന്നത്തെ ദിവസം ലാ ദീനാറ വലാ ദിർഹം, പകരം ചെയ്യാൻ ദിർഹമോ ദീനാറുകളോ ഇല്ല. ഇവിടെ പകരം കൊടുക്കുന്നത് നന്മകളും തിന്മകളുമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ മനുഷ്യന്റെ ഓരോ നന്മകളിൽ നിന്ന് ഓരോന്നെടുത്ത് ആ പരാതിയുമായി വന്ന മനുഷ്യർക്ക് കൊടുക്കുന്നതാണ്. ഒരു കുറ്റം പറഞ്ഞത് ഒരു സുബ്ഹാനല്ലാഹ്, അതേപോലെ ഒരു ആരോപണം പറഞ്ഞത് ഒരു തഹജ്ജുദ്. അങ്ങനെ നമ്മൾ ചെയ്ത അമലുകളെല്ലാം നമ്മൾ നാവ് കൊണ്ട് ഉപദ്രവിച്ച ഓരോരുത്തർക്കായി അള്ളാഹു സുബ്ഹാനഹു തആല ഓഹരി വെച്ച് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാനം ഇവന്റെ നന്മകൾ കാലിയായി, നന്മകൾ തീർന്നുപോയി, പരാതിക്കാര് ബാക്കി. ഇനി ഒരുപാട് പേരുണ്ട്, നാവിനെ സൂക്ഷിക്കാത്തവർ ഒരുപാട് പേര് ബാക്കിയുണ്ട്. ഓരോരുത്തരും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു മലക്കുകളോട് പറയും, ഇവന്റെ നന്മകൾ കാലിയായി. ഇനി അവരുടെ തിന്മകൾ, ഓരോരുത്തരെയും ആക്ഷേപിച്ചതിന്റെയും കുറ്റം പറഞ്ഞതിന്റെയും ഗീബത്തും നമീമത്തും പറഞ്ഞതിന്റെയും പകരമായി അവരുടെ തിന്മകളിൽ നിന്ന് ഓരോന്നായി ഇവനിക്ക് കൊടുക്കാൻ പറയും. അവസാനം ഒരുപാട് നന്മകളുമായി വന്ന മനുഷ്യൻ അവരുടെയൊക്കെ തിന്മകളും പേറി തിന്മയുടെ ഭാണ്ഡക്കെട്ടുകളുമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാണ് എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറയുന്നത്, പാപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ, നമ്മൾ റമദാനിൽ എടുത്ത നന്മകൾ, റമദാനിൽ ചെയ്ത ത്യാഗങ്ങൾ, നമ്മുടെ ഖിയാമുൽ ലൈലുകളും സദഖകളും തിലാവത്തുൽ ഖുർആനും എല്ലാം ഒരു ദിവസം റബ്ബിന്റെ കോടതിയിൽ നമ്മൾ നാവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ, ഓരോരുത്തരെയും കുറ്റം പറഞ്ഞതിന്റെ പേരിൽ, ഗീബത്തും നമീമത്തും പറഞ്ഞതിന്റെ പേരിൽ, നമ്മൾ ആക്ഷേപിച്ചതിന്റെയും ആരോപണം നടത്തിയതിന്റെയും പേരിൽ നമ്മുടെ നന്മകൾ അവർക്ക് കൊടുക്കുകയും അവരുടെ തിന്മകൾ നമുക്ക് പേര് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നാവിന്റെ കാര്യങ്ങളെ സൂക്ഷിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് മാത്രം പറയട്ടെ, അതല്ലെങ്കിൽ നാവിനെ പിടിച്ചു കൊള്ളട്ടെ എന്ന്. ഒന്നുകിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. വെറുതെ അനാവശ്യമായി സംസാരിച്ച് നാവിലൂടെ ഉണ്ടാകുന്ന വിപത്ത് നേടിയെടുത്ത് പാപ്പരാകുന്ന അവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, റമദാനിൽ നമ്മുടെ നാവിനെ സൂക്ഷിച്ചതുപോലെ വരുന്ന 11 മാസക്കാലവും നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യൽമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമല്ലഹുൽ ജന്ന, ആരെങ്കിലും 2 താടിയലിനിടയിലുള്ള അവയവം നാവും അതേപോലെ 2 തുടകൾക്കിടയിലുള്ള അവയവം ഇതിനെ സൂക്ഷിക്കുമെന്നതിന് ഉറപ്പ് നൽകുകയാണെങ്കിൽ
അവർക്ക് സ്വർഗം നൽകാമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാവിനെ സൂക്ഷിക്കുക, നമ്മൾ റമദാനിൽ സൂക്ഷിച്ചതുപോലെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളോട് ചില തിന്മകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർക്കശ സ്വഭാവത്തിൽ നിരോധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. ഇവിടെ അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. മുഅ്മിനീങ്ങളോട്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഇജ്തനിബു കസീറൻ മിനദ്ദൻ ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ. നിങ്ങൾ ഊഹാപോഹങ്ങളെ ഒഴിവാക്കണം. ആരെ സംബന്ധിച്ചും മോശം വെച്ച് പുലർത്തരുത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വന്നു ബിഇഖ്വാനികും ഹസന, നിങ്ങൾ സഹോദരങ്ങളെ കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക. ആരെ കുറിച്ച് നിങ്ങൾ മോശം ചിന്തിക്കാൻ പാടില്ല. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നമ്മളെക്കാൾ നല്ലവരാണ് എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ പരസ്പരമുള്ള കുറ്റങ്ങളൊന്നും എന്നോട് വന്ന് പറയരുത്. കാരണം ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഒരേപോലെ നല്ല രൂപത്തിൽ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം നിങ്ങൾ വിചാരിക്കുക. കാരണം ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ, നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും ഊഹത്തോടുകൂടി എന്തെങ്കിലും മോശത്തങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതൊക്കെ പാപമാണ്, തെറ്റാണ്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അതേപോലെ വലാ തജസ്സസു, നിങ്ങൾ ജാസൂസിന്റെ പണിയെടുക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളുടെ കുറവുകൾ അന്വേഷിച്ച് നടക്കാൻ പാടില്ല. എവിടൊക്കെ കണ്ടാലും മുഅ്മിനിന്റെ കുറവുകളും കുറ്റങ്ങളും അന്വേഷിച്ച് നടന്ന് അതെടുത്തത് കാണുകയും അത് സ്വീകരിക്കുകയും എന്നിട്ട് ജനങ്ങൾക്കിടയിൽ പരത്തി അവനെ നാണം കെടുത്തുന്ന സ്വഭാവം നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിഭാഗത്തിനെ സംബന്ധിച്ച് പറയും, അവര് ജനങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തുകയും സമൂഹത്തിനിടയിൽ അത് പ്രചരിപ്പിക്കുകയും എന്നിട്ട് മുഅ്മിനീങ്ങളെ നാണം കെടുത്തുകയും ചെയ്തവർ. അവരോട് അല്ലാഹു പറയും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നാലും അല്ലാഹു ജനസമൂഹത്തിനിടയിൽ നിങ്ങളെ നാണം കെടുത്തുന്നതാണ്. യത്തബിഉല്ലാഹു ഔറാതഹു, അവന്റെ കുറവുകളും അവന്റെ രഹസ്യങ്ങളും അല്ലാഹു അന്വേഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അതേപോലെ അല്ലാഹു പറയുന്നു, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്, കുറ്റങ്ങളും കുറവുകളും പറയരുത്. ഒരു സഹാബി ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, റസൂലേ, എന്താണ് ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗീബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവനെ സംബന്ധിച്ച് പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്റെ കൂട്ടുകാരോട് പറയാം, എനിക്ക് പരിചയമുള്ളവരോട് പറയുക. അതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അപ്പൊ സഹാബി ചോദിച്ചു, റസൂൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അയാൾ ഉള്ളതാണെങ്കിലോ? അയാൾ കള്ളുകൂടിയനാണ്, അതിനാൽ പെണ്ണുപിടിയനാണ്, ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ നീ പറഞ്ഞ കുറ്റം അവനിലുള്ളതാണെങ്കിൽ അത് ഗീബത്തായി, അതില്ലാത്തതാണെങ്കിൽ ഗീബത്തുമായി, അതേപോലെ തന്നെ ആരോപണമായി, ബുഹ്താനായി, അത് അതിനേക്കാൾ ഗൗരവമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം ഇല്ലാത്തത് പറയുക എന്നുള്ളത് രണ്ടും തിന്മ, രണ്ടും പാടില്ലാത്തതാ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബകളെ ഉപദേശിച്ചു, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്, കുറ്റങ്ങൾ പറയരുത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, എന്ന് വേണ്ട, നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും മാംസം അടർത്തിയെടുത്ത് അത് ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ചോദ്യം ഇല്ല, ഒരിക്കലുമില്ല. പ്രിയമുള്ളവരെ, അതേപോലെയാണ് നിങ്ങൾ അവരെ സംബന്ധിച്ച് ഗീബത്തും നമീമത്തും ആരോപണവും പരദൂഷണവും അവരെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ പച്ച മാംസം ഭക്ഷിക്കുന്നത് തുല്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ ആവശ്യം അല്ലാഹുവിനെ സൂക്ഷിക്കണം. നാവിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് ഇല്ല ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ ചെയ്ത തിന്മകൾ കാരണമായിരിക്കും. നമ്മൾ അറിയാതെ, നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലായിരിക്കും നാവ് കൊണ്ടുള്ള വിപത്ത് നമ്മളെ തേടിയെത്തുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നമ്മുടെ നാവിനെ സൂക്ഷിച്ചതുപോലെ വരുന്ന ജീവിതത്തിലും നാവിനെ സൂക്ഷിക്കുക. അല്ലാഹു മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله
والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച അതിൽ ഒന്നാമത്തതാണ് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഅത്ഇമുത് തആം, ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇതും നമ്മൾ റമദാനിൽ ഒരുപാട് ചെയ്തതാണ്. ഒരുപാട് പാവപ്പെട്ടവർ കിറ്റ് കൊടുത്തതാണ്, ഒരുപാട് ഇഫ്താറുകൾ സംഘടിപ്പിച്ചതാണ്. റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പട്ടിണി കിടക്കുന്ന ഒരാളെയും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും ഒരു രൂപത്തിൽ അവർക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. അതും റമദാനോടുകൂടി നിർത്തേണ്ടതല്ല, തുറന്നു നമ്മൾ ചെയ്യേണ്ട ചില അമലുകളാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിന്റെ ആൾക്കാരും നരകത്തിന്റെ ആൾക്കാരും പരസ്പരം നടത്തുന്ന ഒരു സംഭാഷണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ ആൾക്കാരെ ഈ നരകത്തിൽ കത്തിയിരുന്നവരോട് ചോദിക്കും, മാ സലകകും ഫീ സഖർ, ഈ കത്തിജ്വലിക്കുന്ന കരിച്ചു കളയുന്ന ഈ നരകത്തിൽ എന്താണ് നിങ്ങൾ പ്രവേശിപ്പിച്ചത്, നിങ്ങൾ ഈ നരകത്തിൽ കിടക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ നരകത്തിന്റെ ആൾക്കാർ പറയും, ഖാലു, അവര് പറയും, ലം നകു മിനൽ മുസല്ലീൻ, നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരായിരുന്നില്ല, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ടുമില്ല. അതേപോലെ പിന്നെ 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾ നമ്മൾ നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് സൗകര്യം കിട്ടുന്ന പോലെ നമ്മൾ നിസ്കരിച്ചത്, അതിന്റെ ഗൗരവത്തെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതായത് ഒന്നാമത്തെ മറുപടി. രണ്ടാമതായി അവർ പറയുന്നത് വലം നകു നുത്ഇമുൽ മിസ്കീൻ, നമ്മൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നാണ് അവർ രണ്ടാമതായി പറയുന്ന കാരണം. നരകത്തിൽ കിടക്കാനുള്ള രണ്ടാമത്തെ കാരണമായി അവർ പറയുന്ന കാരണം അതാണ്, നമ്മൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിൽ വെച്ച് നിർത്താനുള്ളതല്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതും തുടർന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ശീലമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വയതുഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അവർ മുഅ്മിനീങ്ങൾ, അവർ സ്വർഗ്ഗത്തിന്റെ അവകാശികൾ, അവർക്ക് ഭക്ഷണത്തോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ അവർ മിസ്കീന്മാർക്കും യതീമിനും തടവുപുള്ളികൾക്കും ഭക്ഷണം നൽകുന്നവരാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ സംബന്ധിച്ച് പറയുകയാണ്. അത് മാത്രമല്ല അവർ പറയും, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നമ്മൾ ഈ ഭക്ഷണം നൽകുന്നത് കൊണ്ട്, ഈ കിറ്റ് നൽകുന്നത് കൊണ്ട് നമ്മൾ നിങ്ങളിൽ നിന്ന് നന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് ഒരു നല്ല വാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും നമ്മൾ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നായിരിക്കും മുഅ്മിനീങ്ങൾ ചെയ്യുക എന്നത് കൂടി അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു സ്വഭാവം കൂടി നമ്മൾ നിലനിർത്തുക. അതേപോലെ തന്നെ മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഖിയാമുൽ ലൈലുകൾ ശീലമാക്കുക എന്നുള്ളതാണ്. തഹജ്ജുദ് നമസ്കാരങ്ങൾ, അതും റമദാനിന്റെ വിടവാങ്ങലോടുകൂടി ജീവിതത്തിൽ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല, മറിച്ച് ജീവിതത്തിലുടനീളം നമ്മൾ ശീലമാക്കേണ്ട ഒരു സ്വഭാവമാണ് ഖിയാമുൽ ലൈൽ. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇശ് മാ ശിഅ്തക ഫഇന്നക മയ്യിതുൻ, മുഹമ്മദേ, നീ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിച്ചോ, കാരണം ഫഇന്നക മയ്യിതുൻ, ഒരു ദിവസം നീ മരിക്കേണ്ടതാണ്, ഒരു ദിവസം നീ മരിക്കും. അതേപോലെ വഅഹ്ബിബ് മൻ ശിഅ്ത ഫഇന്നക മുഫാരിഖുഹു, നീ നിനക്ക് ഇഷ്ടമുള്ള ആളെ സ്നേഹിച്ചോ, ഒരു ദിവസം ഫഇന്നക മുഫാരിഖുഹു, നീ അവരെ വിട്ടു പിരിയേണ്ടതാണ്. വഅമൽ മാ ശിഅ്തക ഫഇന്നക മുജാസിയുൻ ബിഹി, നീ ഇഷ്ടമുള്ളത് ചെയ്തോ, കാരണം നീ ചെയ്തതിനൊക്കെ നിനക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. വഅലം, പക്ഷെ നീ അറിയണം, അന്ന ശറഫൽ മുഅ്മിൻ ഖിയാമുഹു ബില്ലൈൽ, ഒരു മുഅ്മിനിന്റെ അന്തസ്സും അഭിമാനം എന്ന് പറയുന്നത് രാത്രിയുള്ള നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രാത്രി നമസ്കാരം നമ്മൾ ശീലമാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. മുഹമ്മദ്, നീ രാത്രിയുടെ അധിക നേരവും നിന്ന് നമസ്കരിക്കണം. അതിന് പറ്റുന്നില്ല എങ്കിൽ അതിന്റെ പകുതി, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് നിർബന്ധമായി നമസ്കരിക്കണം. കാരണം നിനക്ക് വഹി നൽകപ്പെടാൻ പോവുകയാണ്. വഹി നൽകാനുള്ള ഒരു യോഗ്യതയായി അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. അത് മുഅ്മിനിന്റെ
അന്തസ്സും അഭിമാനവുമാണ്. അതുകൊണ്ട് രാത്രി നമസ്കാരങ്ങൾ അതും നമ്മൾ ശീലമാക്കുക. അതേപോലെ അവസാനമായി ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇസ്തിഗ്നാഉഹു അനിന്നാസ്. ഒരു മുഅ്മിനിന്റെ അന്തസ്സും അഭിമാനം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് നിരാശ്രയനായി ആരെ മുന്നിലും കൈനീട്ടാതെ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് ഒരു മുഅ്മിനിന്റെ അന്തസ്സും അഭിമാനവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നമ്മൾ ശീലിച്ച ശീലങ്ങൾ റമദാൻ വിട പറയുന്നതോടുകൂടി അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ച് അത് തുറത്തി കൊണ്ടുപോകാനുള്ളതാണ്. റമദാൻ വരും, അത് പോകും. പെരുന്നാൾ വരും, അതും പോകും. നമ്മുടെ ആരോഗ്യം വരും, അതും പോകും. സന്തോഷവും സങ്കടങ്ങളും അതെല്ലാം പോകുന്നതാണ്. മരണത്തോടുകൂടി ദുനിയാവിന്റെ വേദനകളും സങ്കടങ്ങളും നമ്മൾ വിട്ടുപിരിയുന്നതാണ്. നമ്മൾ ചെയ്ത അമലുകൾ മാത്രമായിരിക്കും നാളെ പരലോകത്ത് നമ്മുടെ കൂടെ ബാക്കിയായി ഉണ്ടാകുന്നതെന്ന ചിന്തയോടുകൂടി റമദാനിന്റെ ശീലങ്ങളെ തുടർത്തി കൊണ്ടുപോകുക. അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, അയൽവാസികൾ, ആദർശ സുഹൃത്തുക്കൾ, മുഅ്മിനീങ്ങൾ, കുടുംബക്കാർ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഫضل കൊണ്ട് ഒട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടബാധകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ, മറ്റുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അയൽവാസികളെയും ആദർശ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും മാതാപിതാക്കളെയും വേദനയേറിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിയൽ ഹാജാത്ത് സയ്യിബ ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.